ഹലോ ഗൈസ് ആൻഡ് ഗേൾസ്, എല്ലാവർക്കും ഡയക്സ് ബ്രൂസ്ലീസ് വാദം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് ബെസ്റ്റ് കാർ ഗെയിംസ് ഓറിയന്റഡ്. അപ്പം ഈ ഒരു ഗെയിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആണ് ആൻഡ് ഹൈ ഗ്രാഫിക്സ് ആണ് ഗൈസ്. ആൻഡ് വളരെ സൈസ് കൂടിയ ഗെയിമും ഉണ്ട്, വളരെ സൈസ് കുറഞ്ഞ ഗെയിംസും ഉണ്ട്. അപ്പം ഈ ഒരു ഗെയിംസ് എല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ആൻഡ് എൻജോയ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാതെ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ഗൈസ്, without losing any more time, let's start the video. നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ആണ്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 1 GB ആണ് ആൻഡ് പൂർണ്ണമായിട്ടും ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇതിന്റെ പേര് കേട്ടിട്ട് ഒരിക്കലും ഇതൊരു കാർ പാർക്കിംഗ് ഗെയിമാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് വേറെ ലെവലായിട്ടുള്ള ഒരു മരണമാസ് ഗെയിമാണ്. സോ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് 3 മോഡ്സ് ആയിരിക്കും ഉണ്ടാകുക. ഒന്ന് പാർക്കിംഗ് മോഡ് ആൻഡ് സിംഗിൾ പ്ലെയർ മോഡ് ആൻഡ് മൾട്ടിപ്ലെയർ മോഡ്. പാർക്കിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ഓരോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ടാസ്ക് ഉണ്ടാവും. സോ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, കോയിൻസ് ഏൺ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ പ്ലെയർ മോഡാണ്. ഇതാണ് വേറെ ലെവലായിട്ടുള്ള ഒരു മോഡ്, പൂർണ്ണമായിട്ടും ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു മോഡാണ്. സോ ഇതിലെന്ന് പറയുന്നത് പലതരത്തിലുള്ള മാപ്പുകൾ അവൈലബിൾ ആണ്. ലൈക്ക് ഡെസേർട്ട് ആണെങ്കിലും സിറ്റി ആണെങ്കിലും ഹോം ആണെങ്കിലും ഓൾമോസ്റ്റ് 9 മാപ്പുകളാണ് ഈ ഒരു ഗെയിം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സിംഗിൾ പ്ലെയർ മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ വേൾഡ് എൻവയോൺമെന്റ് ആയിരിക്കും. അവിടെയുള്ള ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഫുഡും അതുപോലെ തന്നെ കാർഗോയും നമ്മൾ ഡെലിവറി ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ഓൺലൈൻ മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രൈവറ്റ് റൂം ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റാൻഡം സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് നമുക്ക് ഈ ഒരു ഗെയിം എൻജോയ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഒരു ഗെയിമിൽ വേറെ പലതരത്തിലുള്ള അടിപൊളി ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ലൈക്ക് വോയിസ് ചാറ്റ് ആണെങ്കിലും ആൻഡ് ഇമോട്ട് ആണെങ്കിലും അല്ലെങ്കിൽ GTA പോലുള്ള ഒരു അടിപൊളി എൻവയോൺമെന്റ് ആണെങ്കിലും ക്യാരക്ടർ ആൻഡ് കാർ കസ്റ്റമൈസേഷൻ ആണെങ്കിലും ലൈക്ക് നമ്മുടെ ക്യാരക്ടർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, കാർ കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾ തീർച്ചയായും ഇൻസ്റ്റാൾ ചെയ്യുക ദ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഫ്രം ദ പ്ലേ സ്റ്റോർ ഫോർ ഫ്രീ. അപ്പം നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് ഗെയിം എന്ന് പറയുന്നത് ആസ്ഫോൾട്ട് നൈട്രോ റേസിംഗ് 2 ആണ്. സോ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ആസ്ഫോൾട്ട് ലൈനിന്റെ ഒരു റെപ്ലിക്കേഷൻ ആണ് ആൻഡ് വേറെ ലെവൽ എന്ന് പറയുമ്പോൾ വേറെ ലെവലായിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പം ഈ ഒരു ഗെയിമിന്റെ സൈസ് എന്ന് പറയുന്നത് 70 MB ആണ് ആൻഡ് പൂർണ്ണമായിട്ടും ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. സോ ഈ ഒരു ഗെയിമിൽ എന്ന് പറയുമ്പോൾ ആകെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു കരിയർ മോഡും അതുപോലെ തന്നെ ഒരു ക്വിക്ക് റേസ് മോഡുമാണ് ഈ ഒരു ഗെയിമിലുള്ളത്. അപ്പം അതിൽ കരിയർ മോഡിൽ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ മാപ്സും ഇഷ്ടം പോലെ കരിയറും അവൈലബിൾ ആണ്. അത് ഓരോ ലെവലിൽ ഇങ്ങനെ അൺലോക്ക് ചെയ്ത് നമുക്ക് പോകാം. ആൻഡ് നെക്സ്റ്റ് മനസ്സിലാമാരെ ഈ ഒരു ഗെയിമിന്റെ കാർ കളക്ഷൻ ആണ്. അത് ഫെറാറി ആണെങ്കിലും ബുഗാട്ടി ആണെങ്കിലും BMW ആണെങ്കിലും ഫോർഡ് ആണെങ്കിലും എല്ലാം മരണമാസ് കാർ തൊട്ട് എല്ലാ ബേസിക് കാർസ് വരെയുള്ള ഒരു അടിപൊളി ഒരു ഗെയിമാണിത്. ഇപ്പൊ നമ്മുടെ ഫോൺ ആസ്ഫോൾട്ട് 9 പോലെ ഹൈ ഗെയിംസ് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഹീറ്റ് ആവുകയോ അല്ലെങ്കിൽ ലാഗ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ ഒരു 70 MB ഗെയിം അടിപൊളിയായിട്ട് ഡൗൺലോഡ് ചെയ്യാനാണ് ആൻഡ് സ്മൂത്ത് ആയിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പം അടിപൊളി ഒരു ഗെയിമാണ് ആസ്ഫോൾട്ട് നൈട്രോ ഗെയിം 2. നിങ്ങൾ തീർച്ചയായും ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ലിസ്റ്റിൽ തേർഡ് ഗെയിം എന്ന് പറയുന്നത് അപെക്സ് റേസിംഗ് ആണ്. സോ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഓൺലൈനും അതുപോലെ തന്നെ ഓഫ്ലൈൻ മോഡും അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ സൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 400 MB ആണ്. അപ്പം ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടില്ല, പക്ഷേ നമുക്ക് ടാപ്പിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഗെയിം ഒരു ഫോർസ ഹൊറൈസന്റെ ഒരു മിനി വേർഷൻ എന്ന് പറയാം, ആൻഡ്രോയിഡ് വേർഷൻ ആണെന്ന് പറയാം. ഒരിക്കലും അതിന്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടില്ലെങ്കിലും നമുക്കൊരു ഫോർസ ഹൊറൈസന്റെ ഒരു ചെറിയൊരു ടച്ച് ആണ്. അപ്പം ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രാഫിക്സ് തന്നെയാണ്. ആൻഡ് ഈ ഒരു ഗെയിമിൽ എന്ന് പറയുമ്പോൾ ആകെ 2 മോഡ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഒരു ഓൺലൈൻ മോഡും അതുപോലെ തന്നെ ഒരു ഓഫ്ലൈൻ മോഡും. ആൻഡ് ഓൺലൈനിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. പലതരത്തിലുള്ള മോഡ്സും ഈ ഒരു ഗെയിമിൽ അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു ഗെയിംസിന്റെ കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാ ടച്ച് കൺട്രോളും സ്റ്റിയറിംഗ് കൺട്രോളും ഈ ഒരു ഗെയിമിൽ അവൈലബിൾ ആണ്. അപ്പം ഇത് ആൻഡ്രോയിഡ് ഫോർസ ഹൊറൈസോന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് കിട്ടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡൗൺലോഡ് ചെയ്യുക ദ അപെക്സ് റേസിംഗ് ഫ്രം ടാപ്പ് ഫോർ ഫ്രീ. സോ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ഗെയിം. അപ്പം നമ്മുടെ ഫോർത്ത് ഗെയിം എന്ന് പറയുന്നത് പോലീസിംഗ് 2020 ആണ്. ആൻഡ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 900 MB ആണ്. ആൻഡ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ബോത്ത് ഓൺലൈനും അതുപോലെ തന്നെ ഓഫ്ലൈൻ മോഡും അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു വലിയൊരു സിറ്റിയിലെ ഒരു പോലീസ് ഓഫീസർ ആണ്. പലതരത്തിലുള്ള ക്രൈമുകളും പല കുറ്റകൃത്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അപ്പം ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് മാപ്പിൽ കുറെ മിഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ആ സ്പെസിഫിക് സ്ഥലത്ത് പോവുക, ആ മിഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിന്റെ മിഷൻസ് അങ്ങ് ചെറുവരങ്ങ് ചെയ്ത് തീർക്കുക. അപ്പം ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. കാരണം 900 MB ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റാൻഡേർഡ് ഗ്രാഫിക്സ് ഈ ഒരു ഗെയിം കീപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു
ഗെയിമിന്റെ മോഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കരിയർ മോഡ് ആൻഡ് ഒരു ഫ്രീ മോഡ് ആൻഡ് ഒരു ഓൺലൈൻ മൾട്ടിപ്ലയർ മോഡും ഈ ഒരു ഗെയിമിൽ അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു ഗെയിംസിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് സാധാ എല്ലാ ഗെയിംസിലും കണ്ടുവരുന്ന ഒരു മരണമാസ് കൺട്രോൾ തന്നെയാണ്. അപ്പം ചാമാരെ നിങ്ങളുടെ സ്വപ്നത്തിലെ പോലീസ് ഓഫീസർ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡൗൺലോഡ് ചെയ്യാതെ പോലീസിംഗ് 2022 ഫ്രം പ്ലേ സ്റ്റോർ ഫോർ ഫ്രീ. അപ്പം ചാമാരെ നമ്മുടെ ലിസ്റ്റിലെ 5th ഗെയിം എന്ന് പറയുന്നത് F1 മൊബൈൽ റേസിംഗ് ആണ്. ഈ ഒരു ഗെയിമിന്റെ സൈസ് എന്ന് പറയുന്നത് 1.1 GB ആണ് ആൻഡ് പൂർണ്ണമായിട്ടും ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പം ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഗെയിമിന്റെ പേര് പോലെ തന്നെ ഒരു ഫോർമുല 1 റേസിംഗ് ഗെയിമാണ്. ഈ ഗെയിം എന്ന് പറയുന്നത് ആൻഡ്രോയിഡിലെ ഏറ്റവും ബെസ്റ്റ് ഫോർമുല 1 റേസിംഗ് ഗെയിമാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഇതിന്റെ ഗ്രാഫിക്സ് ആണെങ്കിലും കൺട്രോൾസ് ആണെങ്കിലും എല്ലാത്തിന്റെ ഒപ്റ്റിമൈസേഷൻ ആണെങ്കിലും എല്ലാം വേറെ ലെവലാണ്. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ ഡെവലപ്പർ എന്ന് പറയുന്നത് ഫേമസ് ഡെവലപ്പർ ആയിട്ടുള്ള ഇലക്ട്രോണിക് ആർട്സ് ആണ് ഈ ഒരു ഗെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗെയിമിൽ ലീഗ് മോഡും അതുപോലെ തന്നെ കരിയർ മോഡും അവൈലബിൾ ആണ്. നമ്മൾ ലീഗ് മോഡിൽ 8ാമത്തെ ലീഗിൽ എത്തുമ്പോഴാണ് നമ്മുടെ കരിയർ മോഡ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഈ ഒരു ഗെയിമിൽ എന്ന് പറയുന്നത് ഫുള്ള് ഫോർമുല 1s ആണ്. ദെൻ നമ്മുടെ ഫോർമുല 1 എന്ന് പറയുന്നത് കസ്റ്റമൈസ് ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ സാധിക്കും. സോ ലീഗ് മോഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൺലൈനിൽ മറ്റുള്ള പ്ലേയേഴ്സ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യണം ആൻഡ് നമ്മൾ റേസ് വിൻ ചെയ്യണം. മച്ചന്മാരെ ഈ ഒരു ഗെയിമിന്റെ ഗ്രാഫിക്സും കൺട്രോൾസും ആൻഡ് മ്യൂസിക് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. എസ്പെഷ്യലി ഇത് ഗ്രാഫിക്സ് ആണ് ഗൈസ്, അൾട്രയാണ് ഗ്രാഫിക്സ്, വേറെ ലെവലാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഡൗൺലോഡ് ചെയ്യുക ദി F1 മൊബൈൽ റേസിംഗ് ഫ്രം ദി പ്ലേ സ്റ്റോർ ഫോർ ഫ്രീ. അപ്പം വെച്ചാമാരെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട എല്ലാ ഗെയിംസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെടാൻ ഒന്നും പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം, ഈ ഒരു ലിസ്റ്റിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഗെയിം കമന്റ് ചെയ്യുക. അത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു ഗെയിം എല്ലാം ഡൗൺലോഡ് ചെയ്യുക ആൻഡ് ആസ്വദിക്കുക മച്ചാമാരെ ആൻഡ് ആറാടുക. അപ്പം മച്ചാമാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ബ്രോസ്, ദിസ് ഈസ് യുവർ ഡയക്സ് ബ്രോസ്. ഐ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും എല്ലാ ഗൈസ് ഗേൾസിനും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.